നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2028 കോപ്പ അമേരിക്കക്കും 2030 വേൾഡ് കപ്പിനുമുള്ള നമ്മുടെ ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങൾ ഞാൻ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ള ഒരു നല്ല സമയമായിട്ട് കാണുന്നു. ബ്രസീലിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ പ്രതികരണമാണ് ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ച്, ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ച്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ആ സൂപ്പർ ഫിഫ ഡേറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ അവർ 2 മത്സരങ്ങൾ കളിക്കുന്നു. ഇന്ത്യക്കെതിരെ ഒക്ടോബർ 3 സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കൊൽക്കത്തയിൽ ഒരു മത്സരം കളിക്കുന്നു. ആ മത്സരങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ആ കളികളെ എങ്ങനെ കാണുന്നു, യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ള മികച്ചൊരു സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. സാക്ഷാൽ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞ വാക്കുകൾ CBF തന്നെ ഒഫീഷ്യലായിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾക്കൊള്ളിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഈ 3 സൗഹൃദ മത്സരങ്ങളിലൂടെ വരും വർഷങ്ങളിലെ ലക്ഷ്യങ്ങളായ 2028 കോപ്പ അമേരിക്കയിലേക്കും 2030 വേൾഡ് കപ്പിലേക്കും ദേശീയ ടീമിനെ മുന്നോട്ട് നയിക്കാനുള്ളൊരു പുതിയ യാത്രക്ക് നമ്മൾ തുടക്കമിടും. വരും വർഷങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന പുതിയ കളിക്കാരെ, പ്രത്യേകിച്ച് യുവതാരങ്ങളെ ദേശീയ ടീമിലേക്ക് വിളിക്കാൻ ഞങ്ങൾ ഈ 3 സൗഹൃദ മത്സരങ്ങൾ പ്രയോജനപ്പെടുത്തും. അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തെയൊക്കെ അദ്ദേഹം അങ്ങനെയാണ് കാണുന്നത്. ഇന്ത്യക്കും ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തെ അദ്ദേഹം കാണുന്നത് യുവതാരങ്ങളെ സ്ക്വാഡിലേക്ക് വിളിക്കാനുള്ള നല്ലൊരു അവസരമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും വിശദീകരിച്ച് പറയുകയാണ്, യുവ വിഭാഗങ്ങളുമായുള്ള ആ ഒരു കൊഹേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സംയുക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് ഏജ് ഗ്രൂപ്പ് ടീമുകളുടെ കാര്യം, അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 20 ടീമുകളിലെ പ്രകടനങ്ങളെ വിലയിരുത്തലും വളരെ പ്രധാനമാണ്. 4 വർഷം മുമ്പ് റയാൻ അണ്ടർ 17 ടീമിൽ കളിച്ചതെന്ന് നിങ്ങൾ ഓർക്കുക. അവൻ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കളിക്കാരനായി മാറുന്നു. നമ്മളത് കണക്കിലെടുക്കണം. അണ്ടർ 20 ടീമുമായി നമുക്ക് നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. കൂടാതെ അടുത്ത ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അവിടെ കളിക്കുന്ന പല താരങ്ങളും തീർച്ചയായിട്ടും 2030 വേൾഡ് കപ്പിൽ ഉണ്ടാകാൻ കഴിയുന്ന തരത്തിലുള്ള താരങ്ങളായിരിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ ബ്രസീലിനെ റീബിൽഡ് ചെയ്യണം. അതെ, ഒരു സൈക്കിൾ അവസാനിച്ചു. അടുത്ത വേൾഡ് കപ്പ് സൈക്കിൾ ഇവിടെ തുടങ്ങുകയാണ്. അതിൻ്റെ ആരംഭത്തിലാണ് ഓസ്ട്രേലിയക്കെതിരെയും ഇന്ത്യക്കെതിരെയുമുള്ള കളികൾ വരുന്നത്. അപ്പോൾ ആ റീബിൽഡിങ്ങിന് ഏറ്റവും പറ്റിയ സമയമായിട്ട് യുവതാരങ്ങളെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താനുള്ള അവസരമായിട്ടും ആഞ്ചലോട്ടി ഇന്ത്യക്കെതിരെയുള്ള കളിയെ, ഓസ്ട്രേലിയക്കെതിരെയുള്ള കളികളെ കാണുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.